സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ ഓഫീസുകളിലെ മിന്നൽ പരിശോധന ഓപ്പറേഷൻ അപ്പറ്റിറ്റിൽ ഗുരുതര ക്രമക്കേടെന്ന് വിജിലൻസ്. നിലവാരം കുറഞ്ഞ ഭക്ഷ്യ ഉൽപ്പാദകരെ കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ല. നടപടി ഒഴിവാക്കാൻ പരിശോധനാ ഫലവും ഫയലുകളും പൂഴ്ത്തി ഒത്താശ ചെയ്യുന്നുവെന്നും കണ്ടെത്തൽ. റാന്നി ഭക്ഷ്യസുരക്ഷാ ഓഫീസിൽ വിജിലൻസ് പരിശോധനയ്ക്കെത്തിയപ്പോൾ ഓഫീസ് പ്രവർത്തിക്കുന്നില്ല എന്നും കണ്ടെത്തി. തുടർ നടപടികൾക്കായി സർക്കാർ വിശദമായ റിപ്പോർട്ട് നൽകാനും വിജിലൻസിന് നീക്കമുണ്ട്. അഖിൽ ഷാ അൻസാർ നൽകും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. അഖിൽ ഷാ, ഇതിപ്പോൾ ഓപ്പറേഷൻ ആപ്പറ്റിറ്റിനെ കുറിച്ചുള്ള പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിരവധി ക്രമക്കേടുകളുണ്ട്. എല്ലാ കുറ്റങ്ങളും കണ്ടെത്തിയിട്ടും അത് കൃത്യമായി നടപടിയെടുക്കാൻ കഴിയുന്നില്ല അധികൃതർക്ക് എന്നാണല്ലോ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏതൊക്കെ ഓഫീസുകളിലാണ് ഈ ക്രമക്കേടുകൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? ഇന്നലെയാണ് വിജിലൻസ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ അപ്പറ്റൈറ്റ് എന്ന പേരിൽ സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ ഓഫീസുകളിലൊക്കെ വിജിലൻസിന്റെ റെയ്ഡ് നടന്നത്. ഏതാണ്ട് 62ഓളം ഓഫീസുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യാപകമായ മിന്നൽ പരിശോധന നടന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ഈ പരിശോധനയിൽ വ്യാപകമായ ക്രമക്കേടാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ വിജിലൻസിന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകളൊക്കെ ഈ ഭക്ഷ്യസുരക്ഷാ ഓഫീസിൽ നിന്ന് പൂഴ്ത്തിവെക്കുന്നു എന്നുള്ള ചില ആരോപണങ്ങൾ, ചില പരാതികളൊക്കെ വിജിലൻസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനമായും വിജിലൻസിന്റെ കണ്ടെത്തൽ നിലവാരം കുറഞ്ഞ ഭക്ഷ്യ ഉൽപ്പാദകരെ കണ്ടെത്തിയിട്ടും അവർക്കെതിരെ നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ്. നടപടി എടുക്കുന്നത് തടയാനായി ഇതുമായി ബന്ധപ്പെട്ട രേഖകളും അതുപോലെ തന്നെ ഫയലുകളുമൊക്കെ പൂഴ്ത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ ഈ വൻകിട ഭക്ഷ്യ ഉൽപ്പാദകർക്ക് ഈ ചെറുകിട ഉൽപ്പാദകരുടെ ലൈസൻസും അതുപോലെ തന്നെ രജിസ്ട്രേഷനും നൽകി. അത്തരത്തിലുള്ള വലിയ വീഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഈ ലൈസൻസ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില രേഖകൾ അതെല്ലാം കാണുന്നില്ല എന്നുള്ളതാണ് ചില ക്രമക്കേടുകൾ. മറ്റൊന്ന്, സുരക്ഷിതമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ തിരിച്ചെടുക്കാനുള്ള റീകോൾ ലെറ്റർ. ഈ റീകോൾ ലെറ്റർ ഓരോരുത്തർക്കും നൽകുന്നതിലും വലിയ വീഴ്ച ഈ ഭക്ഷ്യസുരക്ഷാ ഓഫീസുകളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മറ്റൊരു ഗുരുതരമായ ഒരു ആരോപണം അല്ലെങ്കിൽ ഗുരുതരമായ കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് റാന്നി ഭക്ഷ്യസുരക്ഷാ ഓഫീസിൽ വിജിലൻസ് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ആ ഓഫീസ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇന്നലെ കണ്ടെത്തിയ മറ്റൊരു കാര്യം. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഉടൻ തന്നെ വിജിലൻസ് ഒരു റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ടിന് ശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുക. അഖിൽ ഷാൻ സാറാണ് വിശദാംശങ്ങൾ നൽകിയത്.